നമസ്കാരം. വിവാദ ഭരണഘടനാ ഭേദഗതി ബില്ലിൽ ലോകസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും വാക്കേറ്റമാണ്. എന്താണ് ആ ബില്ല്? എന്തിനാണ് പ്രതിപക്ഷം എതിർക്കുന്നത് ആ ബില്ലിനെ? ആരൊക്കെയാണ് പിന്നിൽ നിന്ന് കുത്തുന്നത്? സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്? നമുക്കൊന്ന് പരിശോധിക്കണ്ടേ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ച ഭരണഘടന 130 ഭേദഗതി ബില്ല് 2025 പ്രകാരം തുടർച്ചയായി 30 ദിവസത്തിലധികം അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഏതൊരു മന്ത്രിയും 31 ദിവസം രാജിവെക്കുകയോ അല്ലെങ്കിൽ അവരെ പുറത്താക്കുകയോ ചെയ്യാം എന്നതാണ് ഈ ബില്ലിൽ പറയുന്നത്. 30 ദിവസം തുടർച്ചയായി കസ്റ്റഡിയിൽ കഴിയേണ്ടി വരുന്ന മന്ത്രിമാരെ പുറത്താക്കാൻ മുഖ്യമന്ത്രിമാർ ഗവർണർക്ക് ശുപാർശ ചെയ്യണം. തുടർന്ന് ഗവർണർമാർ മന്ത്രിമാരെ പുറത്താക്കണം. രാജിവെച്ചില്ലെങ്കിലും 31 ദിവസം ഇവർ മന്ത്രിമാരല്ലാതായി മാറും. ഇതേ രീതിയിൽ ശിക്ഷിക്കപ്പെടുന്ന മുഖ്യമന്ത്രിമാർക്കും പ്രധാനമന്ത്രിമാർക്കും വ്യവസ്ഥ ബാധകമാണെന്ന് ബില്ലിൽ പറയുന്നുണ്ട്. 3 സുപ്രധാന ബില്ലുകളാണ് ഇന്ന് സഭയിലെത്തിയത്. 130 ഭരണഘടനാ ഭേദഗതി ബില്ലും കേന്ദ്ര ഭരണ പ്രദേശ ഭരണ ഭേദഗതി ബില്ലും ജമ്മു കശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബില്ലുമാണ് ഇതിനായിട്ട് അമിത്ഷാ അവതരിപ്പിച്ചത്. ബില്ല് അവതരണത്തിന് പിന്നാലെ അതിനാടകീയമായിട്ടുള്ള രംഗങ്ങൾക്കാണ് ലോക്സഭ സാക്ഷ്യം വഹിച്ചത്. ബില്ല് അമിത്ഷായ്ക്ക് നേരെ കീറി എറിഞ്ഞുകൊണ്ടായിരുന്നു പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. ഈ ബില്ല് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, അടിസ്ഥാന തത്വങ്ങൾക്ക് നിരക്കാത്തതാണ്, പല സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ പാർട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബില്ലാണ് ഇതെന്നും പ്രതിപക്ഷം അതിശക്തമായിട്ട് ആരോപിച്ചു. ബില്ല് JPCയുടെ പരിഗണനയ്ക്ക് വിടുമെന്നാണ് അമിത്ഷാ ലോക്സഭയിൽ അവസാനം അറിയിച്ചത്. JPCയിൽ വിശദമായ ചർച്ചയാകാമെന്ന് അദ്ദേഹം ബില്ല് അവതരിപ്പിച്ച ശേഷം പറയുന്നുണ്ട്. എന്നാൽ ബില്ലിനെതിരെ വൻ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നത്. അത് ഉയർത്തേണ്ടതുമാണ്. നാളെ നിങ്ങൾക്ക് ഏത് മുഖ്യമന്ത്രിമാർക്കെതിരെയും എന്ത് തരത്തിലുള്ള കേസും ചുമത്താൻ സാധിക്കും. ശിക്ഷിക്കാതെ തന്നെ 30 ദിവസത്തേക്ക് അറസ്റ്റും ചെയ്യാം. അങ്ങനെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനാകും. ഇത് തികച്ചും ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും നിർഭാഗ്യകരവുമാണെന്നാണ് വയനാട് MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി ഇന്ന് ലോക്സഭയിൽ പറഞ്ഞത്. രാജ്യത്തെ പോലീസ് രാഷ്ട്രമാക്കി മാറ്റാനാണ് BJP ശ്രമിക്കുന്നതെന്ന് OWൈസി ഇന്ന് ലോക്സഭയിൽ പറഞ്ഞിട്ടുണ്ട്. ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്നും പ്രധാനമന്ത്രിയെ ആര് അറസ്റ്റ് ചെയ്യും, ഈ ബില്ലിനെ എതിർക്കും, അധികാരം ശാശ്വതമല്ലെന്ന് BJP മറയ്ക്കുകയാണെന്നും OWൈസി ഇന്ന് പറയുന്നുണ്ട്. എന്നാൽ തരൂരാകട്ടെ പ്രതിപക്ഷത്തിനെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു സമീപനമാണ് ഇന്ന് സ്വീകരിച്ചത്. ബില്ലിനെ അദ്ദേഹം അനുകൂലിച്ചിരിക്കുന്നു. ബില്ലിൽ താൻ തെറ്റൊന്നും കാണുന്നില്ലെന്നും ബില്ലിൽ സഭയിൽ ചർച്ച നടക്കട്ടെ എന്നും ഒക്കെയാണ് ശശി തരൂർ ഇന്ന് NDTVയോട് പറയുന്നത് കണ്ടത്. 30 ദിവസം ജയിലിൽ കിടന്നാൽ നിങ്ങൾക്ക് മന്ത്രിയായി തുടരാനാകുമോ? ഇത് സാമാന്യ ബുദ്ധിയുടെ കാര്യമാണ്, എനിക്കതിൽ തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ല എന്നാണ് തരൂര് NDTVയോട് പറഞ്ഞത്. പരിശോധനയ്ക്കായി ബില്ല് ഒരു സമിതിക്ക് അയക്കാവുന്നതാണെന്നും സമിതിയിൽ ചർച്ച നടക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിന് നല്ലതാണെന്നും അങ്ങനെയാണ് താൻ കരുതുന്നതെന്നുമൊക്കെയാണ് ശശി തരൂര് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ച് വന്നിട്ടുള്ള വ്യക്തിയാണ് ശശി തരൂർ എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. സത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ഒരു അപകടം, അല്ലെങ്കിൽ പ്രതിപക്ഷം നേരിടുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് അത് മോദി അല്ലാതെ ശശി തരൂരാണ്. കാരണം ഏതൊരു വിഷയത്തിലും പ്രതിപക്ഷം അതിശക്തമായിട്ട് നരേന്ദ്രമോദി സർക്കാരിനെതിരെ BJP സർക്കാരിനെതിരെ ലോക്സഭയിൽ ആഞ്ഞടിക്കുമ്പോഴും സത്യത്തിൽ ആ ഒരു പ്രതിഷേധം നിർജീവമാക്കി കളയുന്ന, ആ പ്രതിഷേധം ഒന്നുമല്ലാതാക്കി കളയുന്നത് BJP ഏജന്റ് ആയിട്ടുള്ള ശശി തരൂരാണ്. ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു, അയാൾ BJP ഏജന്റ് തന്നെയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ആദ്യത്തെ തവണയാണോ? അതായത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം നടത്തിയിട്ടുള്ള കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും BJPയെ പ്രശംസിച്ചുകൊണ്ട് BJPയെ പുകഴ്ത്തിക്കൊണ്ടൊക്കെ ഈ ശശി തരൂർ ഇട്ടുകൊണ്ടിരിക്കുന്ന പല പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആരാണ് ഇയാൾ? കോൺഗ്രസിന്റെ MP ആണ്. പ്രതിപക്ഷത്തിന് ശക്തി പകരേണ്ട ആളാണ്. കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായിട്ട് മത്സരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ ഒരാൾ മോദി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി അതിശക്തമായിട്ട് പട നയിക്കേണ്ട ഒരാൾ മോദിയെ പുകഴ്ത്തിക്കൊണ്ട് അങ്ങ് മോദിക്ക് വേണ്ടി സ്തുതി പാടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇത് BJPയും ശശി തരൂരും തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് നിലവിൽ അവിടെ നിന്ന് പൊതുവെ ഇങ്ങനെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തകർത്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ BJPക്ക് ഗുണം ചെയ്യും. അങ്ങനെ പൂർണ്ണമായും പ്രതിപക്ഷത്തിന്റെ ഇത്തരം പ്രതിഷേധങ്ങൾ തകർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു നല്ല സ്ഥാനം എന്തായാലും ശശി തരൂരിന് തരാമെന്ന വാഗ്ദാനം നൽകിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഏതൊക്കെ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടോ എന്നൊക്കെ ലോകസഭയിൽ BJPയെ മുട്ടുകുത്തിക്കാനായിട്ട് പ്രതിപക്ഷം ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടോ അന്നൊക്കെ ഒരു കൈത്താങ്ങായിട്ട് ശശി തരൂർ BJPക്കൊപ്പം
തരൂരിനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു പ്രതികരണം, ഇങ്ങനെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ശശി തരൂർ അറിയിച്ചത്? അതൊന്ന് പരിശോധിച്ചാൽ തന്നെ നമുക്ക് വ്യക്തമാണല്ലോ. അതായത് ഇന്ത്യ മുന്നണി അതിശക്തമായിട്ട് ആഞ്ഞടിക്കുന്ന സാഹചര്യത്തിൽ ഈ ബില്ല് സൂപ്പറാണെന്ന് പറയുമ്പോൾ അവിടെ തീർന്നില്ലേ ആ പ്രതിഷേധം, അവിടെ അവസാനിച്ചില്ലേ ആ ഒരു പോരാട്ടം? അപ്പോ അങ്ങനെ പോരാട്ടങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിൽ തന്നെ നിർത്തിയിരിക്കുകയാണ് BJP. ഇപ്പൊ പെട്ടെന്ന് BJPയിലേക്ക് ശശി തരൂരിനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ശശി തരൂർ BJPയിൽ ഇരുന്ന് ഇത്തരം പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് BJPക്ക് ഗുണം ചെയ്യില്ല എന്ന് നല്ല രീതിയിൽ തന്നെ മോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ അറിയാം. അതുകൊണ്ട് അവിടെ നിൽക്കൂ, അവിടെ നിന്ന് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന രീതിയിൽ ശശി തരൂരിനോട് പറഞ്ഞിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശശി തരൂരിന് അതിൻ്റെതായിട്ടുള്ള വല്ല ഗുണങ്ങളും ഒക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടാകുമായിരിക്കും. ശശി തരൂർ ഭാവിയിൽ BJPയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. ഇയാളെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്ന കോൺഗ്രസെ നിങ്ങൾ സത്യത്തിൽ അയാൾ ഒഴിവാക്കുകയാണെങ്കിൽ അത്രയും നല്ലതെന്ന് മാത്രമാണ് പറയാനുള്ളത്. BJP മനസ്സുമായി അയാൾ കോൺഗ്രസിനകത്തിരുന്നു കൊണ്ട് ചെയ്യുന്ന വിടുവേല അത് കോൺഗ്രസ് ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. അയാളെ പെട്ടെന്ന് ഒഴിവാക്കിയാൽ അത്രയും നല്ലത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ശശി തരൂരാണ് ഇന്ന് ഇന്ത്യ മുന്നണി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. BJP മൈൻഡുമായി കോൺഗ്രസിൽ നിൽക്കുന്ന ശശി തരൂരിനെ ഇനിയെങ്കിലും ഇന്ത്യ മുന്നണി തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ബില്ലുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഈ ബില്ല് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഈ ബില്ല് ഉപയോഗിച്ചുകൊണ്ട് അവരെ ക്രൂശിക്കുന്ന, അവരെ താഴെയിറക്കുന്ന നിലപാടുകൾ സ്വീകരിക്കും. അതിനുവേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അവർ നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തും. അതിപ്പോ തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ പൊതുവെ കേരളം അവർക്ക് പിടിക്കാൻ പറ്റാത്ത സംസ്ഥാനമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പല രീതിയിൽ കുരുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. അപ്പോ അത്തരം പിണറായി വിജയനെ, സ്റ്റാലിനെ, അങ്ങനെ പല ആളുകളെയും അവർക്ക് പിടിക്കാൻ കഴിയാത്ത പല സംസ്ഥാനങ്ങളും ഒക്കെ ഈ ബില്ല് ഉപയോഗിച്ച് പിടിക്കാൻ കഴിയും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം, ഇത് പ്രധാനമന്ത്രിക്കും ബാധകമാണെന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിക്കുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും സംഭവിക്കില്ല. അങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് ഈ ബില്ലിന് കൂടുതൽ ഒരു പ്രാധാന്യം കിട്ടുകയുള്ളൂ എന്ന് തന്ത്രശാലിയായിട്ടുള്ള അമിത്ഷാക്ക് അറിയാം. അതുകൊണ്ടാണ് അമിത്ഷാ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇത് പല്ലും നഖവും ഉപയോഗിച്ച് നേരിടണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. വളരെ വളരെ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കുന്ന രീതിയിലുള്ള ഒരു ബില്ലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശശി തരൂരിനെ പോലുള്ള ആളുകളൊക്കെ പിന്തുണച്ചുകൊണ്ടുവന്ന് ഈ പോരാട്ടത്തെ തകർക്കാൻ വേണ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്നെന്താണ് ജോൺ ബ്രിട്ടാസ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? ജോൺ ബ്രിട്ടാസ് വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി വായിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ പ്രതികരണം ഞാനൊന്ന് വായിക്കാം. കേന്ദ്ര സർക്കാരിന്റെ നിയമ ഭേദഗതി ജനാധിപത്യത്തെ തകർക്കാനുള്ള നീക്കമാണ്. ബില്ലിന്റെ യഥാർത്ഥ ഉദ്ദേശം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്തുകയാണ്. കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ തന്നെ പ്രതിപക്ഷത്തെ വേട്ടയാടാൻ തുനിഞ്ഞിറങ്ങിയ കാലഘട്ടമാണ്. ഈ ഭേദഗതി ബിൽ ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും ജോൺ ബ്രിട്ടാസ് പറയുന്നു. ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ അസ്ഥിരപ്പെടുത്താൻ നടത്തുന്ന നീക്കങ്ങൾക്ക് ആക്കം കൂട്ടുന്ന ഒന്നാണ്. ജനാധിപത്യത്തിൽ സംശുദ്ധി കൊണ്ടുവരാൻ എന്ന പേരിൽ വളരെ മാരകമായ ബില്ല് കൊണ്ടുവരുന്നു. ഭേദഗതിയെ അതിശക്തമായി എതിർക്കും. ജനാധിപത്യത്തെ തകർക്കാനുള്ള ബില്ലാണ് ഇത്. പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കണമെന്നാണ് ജോൺ ബ്രിട്ടാസും പറയുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ എതിർക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ തന്നെ ഗവർണർമാരെ വെച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അങ്ങ് മൊത്തത്തിൽ പിടിച്ചടക്കാൻ വേണ്ടി BJP സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന, കേന്ദ്ര സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗവർണർക്ക് കുറച്ചുകൂടി അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ നീക്കങ്ങൾക്ക് ഒരു ഊർജം പകരുന്നതാകും. അപ്പൊ അതിനുവേണ്ടിയുള്ള തന്ത്രമാണ് ഇത്. സ്റ്റാലിനെയും അതുപോലെ തന്നെ പിണറായി വിജയനെയും ഒക്കെ പോലുള്ള ആളുകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ്. ഈ നീക്കം തടയേണ്ടതുണ്ട്. ഇന്ത്യ മുന്നണിയിലെ അതിശക്തരായിട്ടുള്ള പല നേതാക്കളെയും നോട്ടമിട്ടുകൊണ്ട് അമിത്ഷായും സംഘവും നടത്തുന്ന അതിഭയാനകമായിട്ടുള്ള നീക്കമാണ്. അത് എന്തായാലും തടയപ്പെടേണ്ടതുണ്ട്. എന്തായാലും അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. പ്രതിഷേധത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ശശി തരൂരിനെ പോലുള്ള ഈ പിന്നിൽ നിന്ന് കുത്തുന്ന ഇവന്മാരെ, ഈ പിന്നിൽ നിന്ന് കുത്തുന്ന ഇത്തരത്തിലുള്ള ഇന്ത്യ മുന്നണിക്ക് തീർത്തും ദോഷം മാത്രം ചെയ്യുന്ന ഇത്തരം കീടങ്ങളെ എടുത്ത് കളയുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ശശി തരൂർ പോയാൽ ഒരു പുണ്ണാക്കം സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഇന്ത്യ മുന്നണിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്.